ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കാനാണ് അബൌട്ട് അവർ വയനാട് ട്രിപ്പ്. അപ്പം പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാഡ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് which I would like to share with you. Can't explain how much I needed that trip in my life. So yes, without further delay, let's get back into the visuals. So on 13th February ആണ് ഞങ്ങളൊരു വയനാട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. See, our excitement is on top. സോ ഞങ്ങൾ മൂന്നുപേരുടെ കൂടെ തന്നെ മൊബിൻ്റെ ഫ്രണ്ടിൻ്റെ പേരൻസും ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊരു ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ടാട്ടോ പോയത്. ഞാൻ കൂടുതലും ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത് ഫാമിലിയൊക്കെ കൂടെ ഉള്ളപ്പോഴാണ്. ബിക്കോസ് ആസ് യു ഓൾ നോ, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഫാമിലിയോട് ട്രാവൽ ചെയ്യുമ്പോഴല്ലേ. ആ ഒരു വൈബ് എവിടെ കിട്ടാനാ അല്ലേ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എന്നെ തന്നെ കണ്ടില്ലെങ്കിൽ ഒരു സ്ട്രെസ്സാണെന്ന്. സോ ഐ കീപ് മൈ വർക്ക്സ് ഓൺ പ്രയോറിറ്റി. സോ നമുക്ക് കുറച്ച് നേരം എന്നെ തന്നെ ഇങ്ങനെ കണ്ടിരിക്കാം. ജസ്റ്റ് കിഡിങ്, ഓക്കെ. ലെറ്റ്സ് ഹാവ് സം ചിറ്റ് ചാറ്റ് വിത്ത് മൈ ഹസ്ബൻഡ് ജി. ഈ ട്രിപ്പിലെ മെയിൻ എൻ്റർടൈനറാണ് ആ ഫ്രണ്ടിലിരിക്കുന്നത് കേട്ടോ. അങ്കിൾ ഇങ്ങനെ ജോക്സൊക്കെ ക്രാക്ക് ചെയ്ത് അയ്യോ വൻ കോമഡി ആയിരുന്നു. So this is the Chaliyar Bridge and River, which is located generally in the south and west of Wayanad, and it flows through Kozhikode and Malappuram district. യെസ്, അങ്ങനെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. റെസ്റ്റോറൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ് പ്ലസ് ഒരു ബേക്കറി സെറ്റപ്പ് പോലെ. ബട്ട് ഇറ്റ് വാസ് നൈസ്, ക്വൈറ്റ് നൈസ്. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ആക്ച്വലി ഡേ ബിഫോർ വി വർ പ്ലാനിങ് ലൈക്ക് എവിടേക്കാണ് വയനാട്ടിൽ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് വി ഹാഡ് ടു കം ബാക്ക് ബൈ ദ സെയിം ഡേ ഇറ്റ് സെൽഫ്. അങ്ങനെ നമ്മൾ പ്ലാൻ ലിസ്റ്റിലുണ്ടായിരുന്നു ടു വിസിറ്റ് തുഷാരഗിരി വാട്ടർഫോൾസ് ആൻഡ് ബാണാസുര ഡാം. അപ്പോൾ തുഷാരഗിരി വാട്ടർഫോൾസിൽ നമുക്ക് പോകാൻ പറ്റി, ബട്ട് ബാണാസുര ഡാം മെയിൻലി നമുക്ക് കാണാൻ പറ്റിയില്ല. ദാറ്റ് വാസ് ആർ ലോസ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തുഷാരഗിരി വാട്ടർഫോൾസിലേക്കാണ്. This was our first spot, തുഷാരഗിരി വാട്ടർഫോൾസ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു തണുപ്പായിരുന്നു കേട്ടോ, നാച്ചുറൽ തണുപ്പ്. തണുപ്പ് നാച്ചുറൽ തണുപ്പാണ്.
അച്ഛൻ പോയാൽ തിരിച്ചു വരാത്ത അവിടെ പോയിട്ട് ലാസ്റ്റ് ടൈം മഴ ഇപ്പോൾ നന്നായിട്ടുണ്ട് ക്ലൈമറ്റ്. ഞാൻ ഈ പ്ലേസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, ബിക്കോസ് മോസ്റ്റ് ഓഫ് യു ഓൾ നോ അബൌട്ട് തുഷാരഗിരി വാട്ടർഫോൾസ്. ഇവിടെ ആക്ച്വലി 3 വാട്ടർഫോൾസ് ആയിട്ടാണ്. സോ അതിൽ നമ്മൾ വിസിറ്റ് ചെയ്തത് ഫസ്റ്റ് വാട്ടർഫോൾസിലാണ്, വിച്ച് ഈസ് ഈരാറ്റുമുക്ക് വാട്ടർഫോൾസ്. ബാക്കി വാട്ടർഫോൾസ് എല്ലാം അങ്ങ് ടോപ്പിലാണ്. സോ വി ഡിഡൻറ്റ് പ്ലാൻ ടു ഗോ ദേർ. എന്തായിരുന്നടാ அதே நாங்கள் அங்கே பார்க்கில் போய் போகும்போது இருக்கு ഫോറസ്റ്റ് ഓഫീസറിലായിരിക്കും ഇനി പോയി பார்த்தா പോലീസ് പിടിച്ചു. ഇത് നോക്കിയേ, നോക്കി ചിരിക്കല്ലേ, നോക്കി ചിരിച്ച ഒടിഞ്ഞ് ഇങ്ങോട്ടൊരു ഇടം മതി. ഇയാളെ ചളിയെല്ലാം പിടിക്കട്ടെ. ചൊറി ചൊറിയും. വിളിക്കാം. മണപ്പിക്കുന്ന മേല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ. യു ക്യാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൂരെന്നും പറഞ്ഞൊരു ട്രൈബൽ വില്ലേജിലേക്കാണ്. ഓൺ ദി വേ തന്നെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടു കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ് ടു വാച്ച് ഓൾ ദീസ്. ഇതിപ്പോൾ എവിടെയാണെന്ന് മോസ്റ്റ് ഓഫ് ദം ഗോട്ട് ടു നോ അല്ലേ? യെസ്, ഇതാണ് താമരശ്ശേരി ചുരം. വാട്ട്സ് മെയിൻലി സ്പെഷ്യൽ അബൌട്ട് ദിസ് ചുരം ഈസ് ദി 9 hairpin bends and the ചുരം itself is an experience അല്ലേ? ആഹാ, ഇതുങ്ങളെ കണ്ടോ? ഇതുങ്ങളെ കാണാനായിട്ട് മെയിൻലി നമ്മൾ വണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. And here comes the stunning valley views. Oh my god, ഇതെന്ത് അടിപൊളിയായിരുന്നെന്നറിയോ ഇത് കാണാനായിട്ട്. ആ ഒരു 9 hairpin bends കഴിഞ്ഞിട്ട് നമ്മൾ മേളിലെത്തുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ we again started our journey to Ennur tribal village. സോ ഈ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് കരിന്തണ്ടൻ. ഹി വാസ് ദ ലീഡർ ഓഫ് ട്രൈബൽ വില്ലേജ്. ഇയാളായിരുന്നു താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചതും ആ ഒരു വഴി ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തതും ഇവരാണെന്നാണ് പറയുന്നത് കേട്ടോ. ലോക്കൽ ബിലീഫ് പ്രകാരം അവരുടെ ആത്മാവ് ഈ ചുരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പൂജ ചെയ്ത് ശാന്തമാക്കിയെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അങ്ങനെ ജീപ്പിലാണ് നമ്മളെ ആ ഒരു ട്രൈബൽ വില്ലേജിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ വന്നല്ല വാ, അങ്ങോട്ടുണ്ട്. ഇവിടെ ഇരിക്കാനാ. നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് ട്രൈബൽ വില്ലേജ്.
അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ടീ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മഡ് ഹൗസിലും അവർ ഇവിടുത്തെ ട്രൈബൽ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് വെൽ ആസ് അവരുടെ പോർട്രേറ്റ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന പോർട്രേറ്റ്സിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ലിവിങ്ങിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഫോറസ്റ്റ് റിസോഴ്സസിലും ഫാമിങ്ങിലും ഹാൻഡിക്രാഫ്റ്റ്സിലും പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കിൽസിലൊക്കെയാണ്. ഇവരുടെ കൾച്ചർ ഭയങ്കര റിച്ചാണ് കേട്ടോ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സായാലും മ്യൂസിക് ആയാലും ഫെസ്റ്റിവൽസ് ആൻഡ് റിച്വൽസ് ആയാലും ഫുഡ് ഹാബിറ്റ്സ്, ലാംഗ്വേജ് ആൻഡ് കസ്റ്റംസ്, എവ്രിതിങ് എല്ലാം ഒരു യൂണിക്കാണ് കേട്ടോ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ആൻഡ് ഇനി നമ്മുടെ സ്പോട്ട് വരുന്നത് പൂക്കോട് ലേക്ക്. യെസ്, ആക്ച്വലി ഈ ട്രൈബൽ വില്ലേജിൽ തന്നെ നമുക്ക് കുറേ ടൈം പോയി. അതുകൊണ്ട് തന്നെ വി പ്ലാൻ ടു വിസിറ്റ് പൂക്കോട് ലേക്ക് വിച്ച് ഈസ് നിയർ ബൈ. വണ്ടിയില് നേരം കളിക്കുന്നു, സ്ലൈഡ് ചെയ്ത് ബോട്ടിങ്ങിനൊക്കെ ഭയങ്കര വിലയായിരിക്കും അല്ലേ? സൈക്ലിംഗ് ടൈം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫിഷ് സ്പാ കണ്ടത്. അങ്ങനെ വി തോട്ട് വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങോട്ടാരും പോകുന്നില്ലല്ലോ. എൻ്റെ കാലിൽ ഡെഡ് സ്കിൻ ഒന്നും കാണത്തില്ല, പ്യുവർ ലൈക്ക്. അയ്യോ, എൻ്റെ കാലിൽ കുറവാണല്ലോ. അപ്പൊ അതൊക്കെ കണ്ടു വരുമ്പോ തന്നെ ക്ലോസ് ചെയ്യും, നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ, എക്സെപ്റ്റ് ദാറ്റ് ഫിഷ് സ്പാ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വി എൻഡഡ് അവർ ട്രിപ്പ് ഹിയർ. ജസ്റ്റ് എത്തി ലാസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഹോപ്പ് ആ ഒരു സ്പോട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് വയനാട് സംഡേ, ഡു ചെക്ക് ഔട്ട് മൈ പേജ്. ഇപ്പം വയനാട് പോയിട്ട് തിരിച്ചു വരാൻ ഉള്ള പ്ലാൻ, ആ ഒരു സെയിം ഡേയിൽ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് വിസിറ്റ് ദീസ് 3 places. യു ക്യാൻ ആക്ച്വലി അവോയ്ഡ് ദാറ്റ് പൂക്കോട് ലേക്ക്, അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. In that place you can go to Banasura Sagar Dam and all. And yes, that's it. And ഇതോടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. See you in the next video. Take care. Bye bye.